വളരെ പെട്ടെന്ന് തന്നെ മുഖത്തിന് നല്ല നിറം നൽകാൻ സാധിക്കുന്ന ഒരു കിടിലൻ സംഭവമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതെന്താണെന്നുള്ളത് ഞാൻ പറയാം. അതിൻ്റെ മുന്നേ ആയിട്ട് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെല്ലൈക്കണും കൂടി അമർത്തുമ്പോൾ 3 ഓപ്ഷൻ നിങ്ങളിലേക്ക് വരുന്നതാണ്. അതിനകത്ത് ഓൾ എന്ന ഓപ്ഷൻ അമർത്തുകയാണെങ്കിൽ മുടങ്ങാതെ തന്നെ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും. നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ റംസാനിയ. ഞാനൊരു ബ്യൂട്ടീഷ്യനാണ്. ഇപ്പോൾ നമ്മൾ പുറത്തു പോകുന്ന സമയത്ത് നമ്മുടെ മുഖത്തുണ്ടാവുന്ന വെയിലേറ്റുണ്ടാവുന്ന കരിമങ്ങൾ, പിന്നെ തണുപ്പ് കാലാവസ്ഥയിൽ മുഖത്തിന് ചർമ്മത്തിന് പല പല പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അതിനൊക്കെയുള്ള പരിഹാരം, പിന്നെ നമ്മുടെ മുഖത്ത് പ്രത്യേകിച്ച് കുരുക്കൾ, പിമ്പിൾസ് വന്നിട്ടുണ്ടാകുന്ന പാടുകൾ, നമ്മുടെ മുഖത്തെ രോമ വളർച്ച, അങ്ങനെയൊക്കെ ഉള്ളതിനെല്ലാം പരിഹാരമാണ്. പ്രത്യേകിച്ച് ഇത് പുരുഷന്മാർ ഉപയോഗിക്കുമ്പോൾ അവരുടെ താടിയുടെ ഭാഗത്ത് ഉപയോഗിക്കാതിരിക്കുക. ബാക്കിയെല്ലാം ഫേസിൻ്റെ പല ഭാഗത്ത് നമ്മുടെ ഫ്രീ ആയിട്ട് കിടക്കുന്ന ഭാഗങ്ങളിലൊക്കെ ഉപയോഗിക്കുക. ഇപ്പം നമ്മുടെ മുഖത്തുണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഏറ്റവും കൂടുതലും പിമ്പിൾസിനെക്കാട്ടിലും കൂടുതലുണ്ടാകുന്നതാണ് വൈറ്റ് ഹെഡ്സ്. വൈറ്റ് ഹെഡ്സ് ഏറ്റവും കൂടുതൽ നോസിൻ്റെ ഭാഗത്ത് വരാറുണ്ട്. അതായത് കാര എന്ന് പറയുന്ന സംഭവം. അത് വന്നിട്ട് ആ ഭാഗം മൊത്തം ഒരുമാതിരി കുത്തായിട്ട് കിടക്കും. അതൊക്കെ മാറുന്നതിനായിട്ട് നമുക്ക് ഈ ഒരു സംഭവം നല്ലതാണ്. മുഖത്ത് എന്ത് തരം പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാണ് ഈ ഒരു ക്രീമിലൂടെ നമുക്ക് സാധിക്കുന്നത്. ഞാൻ അധികം വലിച്ചു നീട്ടുന്നില്ല. എന്താണെന്നുള്ളത് നമുക്ക് കണ്ടു നോക്കാം. വൈറ്റനിങ് ക്രീമിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി മഞ്ഞൾ വേണം. പച്ച മഞ്ഞൾ അല്ലെങ്കിൽ മഞ്ഞപ്പൊടി ആണെങ്കിൽ അതെടുക്കാം. ഇതിൽ ഞാൻ 2 കാര്യങ്ങളാണ് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒന്ന് മിൽക്ക് പൗഡർ, പിന്നെ നമ്മുടെ കടലമാവ്. 1.5 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ, 1 ടേബിൾ സ്പൂൺ നമ്മുടെ കടലമാവുമാണ് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് രണ്ടും കൂടി നല്ലതുപോലെ നമുക്ക് മിക്സാക്കി കൊടുക്കണം. മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു മഞ്ഞളിൻ്റെ കഷ്ണം നമുക്കിതിൻ്റെ തൊലിയൊന്ന് കളഞ്ഞിട്ട് എടുക്കാം. നമുക്ക് ഇനി ഇത് ഒരു മിക്സിയുടെ ചെറിയൊരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് ഓടിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. കാണുമ്പോൾ തന്നെ കൈ നല്ല ആ ഒരു കളർ വരുന്നുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ ഈ ഒരു നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു പൗഡർ ഉണ്ടല്ലോ, അതായത് മിൽക്ക് പൗഡറും കടലമാവും, അത് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് നല്ല രീതിയിൽ നമ്മൾ പേസ്റ്റാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അന്നേരം അരയുന്നില്ല എങ്കിൽ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ചുകൂടെ വെള്ളം ചേർത്തിട്ട് പേസ്റ്റാക്കാം. നമുക്കിത് പേസ്റ്റാക്കി കൊണ്ട് വരാം. ഇത് ഇനി നമുക്ക് ഒരു ബൗളിലോട്ട് മാറ്റാം. ഈ ഒരു ബൗള് മാറ്റിയിട്ട് നമുക്കിത് ആവശ്യാനുസരണം നമുക്ക് മുഖത്ത് ഇടാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ കുളിക്കുന്നതിന് മുന്നേ ആയിട്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് മുഖത്തിടാവുന്നതാണ്. നമുക്കിതൊരു കുറേ ദിവസം യൂസ് ചെയ്യാനുള്ളതായിട്ടുണ്ട്. അതായത് ഞാനിപ്പോൾ ഉണ്ടാക്കിയതിൻ്റെ അളവിനനുസരിച്ചാണെങ്കിൽ നമുക്കിതൊരു 4 ദിവസം 5 ദിവസം വരെയെങ്കിലും ഉപയോഗിക്കാനായിട്ടുള്ള ഒരു ക്രീമുണ്ട്. നമുക്ക് ഇത് ഇനി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. പുറത്ത് വെക്കാൻ പാടില്ല, ചീത്തയായി പോകും. കാരണം മിൽക്ക് പൗഡറൊക്കെ ആയതുകൊണ്ട് പുറത്ത് വെച്ചാൽ ചീത്തയായി പോകും. നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സൂക്ഷിക്കാവുന്നതാണ്. ഇത് ഫേസിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഇതിൻ്റെ കൂടെ വേറെ നമ്മൾ വാഷ് ചെയ്യുമ്പോൾ സോപ്പോ ഒന്നും ഉപയോഗിക്കേണ്ട ഒരാവശ്യവും വരില്ല. കാരണം ഇതിനകത്ത് ഓൾറെഡി കടലമാവും ഒക്കെ ആയതുകൊണ്ട് തന്നെ ഫേസ് വാഷിനായിട്ട് നമ്മൾ പ്രത്യേകിച്ച് വേറൊരു കാര്യം ചെയ്യേണ്ട ആവശ്യം വരില്ല. പിന്നെ ഇത് നമ്മുടെ മുഖത്ത് നിറം ഉണ്ടാവത്തില്ല. കാരണം നിറം എന്ന് പറയുന്നത് മഞ്ഞളിൻ്റെ കളർ ഉണ്ടല്ലോ, അത് മുഖത്ത് നിൽക്കില്ല. കാരണം അത് നമ്മുടെ മുഖത്ത് സ്കിൻ വൈറ്റ് ആക്കാനായിട്ട് വളരെയധികം സാധിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മളിപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇത് ഒന്ന് ഡ്രൈ ആകുമ്പോൾ ഇതിൻ്റെ മുകളിലോട്ട് കുറച്ചും കൂടി ഇട്ടിട്ട് നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു ഇതാണ്, നമ്മുടെ സ്കിന്നിന് നല്ലൊരു എഫക്റ്റ് നൽകാനായിട്ട് സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഏത് ടൈം ഫ്രീ എപ്പോഴാണോ അപ്പോൾ നിങ്ങൾക്കിത് അപ്ലൈ ചെയ്യാം. ഇത് ഓയിലി സ്കിന്നുകാർക്ക് ഒരു കാരണവശാലും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കാരണം അവരുടെ സ്കിന്നിൽ പിമ്പിൾസ് വരാൻ കൂടുതലായിട്ട് ചാൻസ് കൂടും. കാരണം മിൽക്ക് പൗഡറിനകത്ത് ഓയിലിൻ്റെ കണ്ടൻറ്റ് ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് അത് ഓയിലി സ്കിന്നുകാർക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മിൽക്ക് പൗഡർ അവോയ്ഡ് ചെയ്തിട്ട് അതിന് പകരം നമുക്ക് റൈസ് പൗഡർ യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഒരു കളർ നമ്മുടെ സ്കിന്നിൽ നിൽക്കില്ല. കാരണം മഞ്ഞളിൻ്റെ ആ ഒരു നിറം ഉണ്ടല്ലോ സ്കിന്നിനകത്ത് കാണില്ല. കാരണം സ്കിൻ നല്ല ഒരു വൈറ്റായിട്ട് മാറാനായിട്ട് പെട്ടെന്ന് തന്നെ എഫക്റ്റ് കിട്ടുന്നതാണ്. ഇത് റെഗുലറായിട്ട് നമ്മൾ യൂസ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ സ്കിന്നിനകത്ത് ഉണ്ടാകുന്ന ഡെഡ് സ്കിന്നൊക്കെ റിമൂവ് ആവാനായിട്ട് സാധിക്കും. ഞാനിപ്പം ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ടാണ് ഞാൻ തുടച്ച് കാണിക്കുന്നത്. കാരണം ഇത് നമ്മൾക്ക് ഫേസ് വാഷ് ഉപയോഗിക്കുകയോ ഇതിൻ്റെ കൂടെ ഇത് റിമൂവ് ചെയ്യുന്നതിന് സോപ്പോ
ഒന്നും തന്നെ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാനൊരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ടാണ് ഇത് ക്ലീൻ ചെയ്ത് കളഞ്ഞത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അതാണ്ട് നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു ചേഞ്ചിങ് നിങ്ങൾക്ക് കാണാൻ കഴിയും, വ്യത്യാസം കണ്ടല്ലോ. നല്ല സോഫ്റ്റ് ആക്കാനും നല്ല സ്കിന്നിന് നല്ല നിറം നൽകാനായിട്ടും സാധിക്കും. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാവുന്ന ഒരു സംഭവമാണ്. നിങ്ങൾക്ക് ഫേസ് വാഷിന് പകരമായിട്ട് ഈ ഒരു സംഭവം ഉപയോഗിക്കാം. നിങ്ങൾ പുറത്ത് പോയിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം, കുളിക്കുന്നതിന് മുന്നേ ആയിട്ട് ഉപയോഗിക്കാം, രാത്രി കിടക്കുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്കിത് ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇതിനു വേണ്ടി ഒരു സമയം കണ്ടെത്തേണ്ട ഒരു ആവശ്യവുമില്ല. നിങ്ങളിത് റെഗുലറായി യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ മുഖത്തുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും മാറ്റി മുഖം നല്ല ഗ്ലോ ആക്കി മാറ്റാനായിട്ട് സാധിക്കും. അത് കൂടുതലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും 3 ദിവസത്തിന് ശേഷം അല്ലെങ്കിൽ ഒരാഴ്ചയ്ക്ക് ശേഷം ഉപയോഗിക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം പലർക്കും സ്കിന്നിന് പല രീതിയിലുമുള്ള ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരിക്കും. പക്ഷേ എന്തായാലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇതൊരു നാച്ചുറൽ കാര്യമായതുകൊണ്ട് തന്നെ ഒരു സൈഡ് എഫക്റ്റും നമ്മുടെ സ്കിന്നിന് ഉണ്ടാവില്ല. പ്രത്യേകിച്ച് ഇത് ഓയിലി സ്കിന്നുകാർക്കാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞു പക്ഷേ എന്നോട് ഒന്ന് എടുത്തു പറയുകയാണ്, ഓയിലി സ്കിന്നുകാർക്കാണെങ്കിൽ നമ്മൾക്ക് മിൽക്ക് പൗഡറിന് പകരം അതിൽ നമ്മുടെ റൈസ് പൗഡർ യൂസ് ചെയ്യാം. മിൽക്കിനകത്തുണ്ടാകുന്ന എല്ലാത്തിനും ഒരു പരിഹാരമാണ് പച്ചമഞ്ഞൾ എന്ന് പറയുന്നത്. അത് നമുക്ക് പൊടിച്ചതോ അല്ലെങ്കിൽ പച്ചയ്ക്കുള്ളതോ അല്ലെങ്കിൽ നമ്മുടെ കറി വെക്കുന്ന മഞ്ഞൾപ്പൊടി ആണെങ്കിലും ഉപയോഗിക്കാം. നിങ്ങൾ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ റിസൾട്ട് എന്തായാലും തീർച്ചയായിട്ടും എൻ്റെ കമൻറ്റിൽ പറയാൻ മറക്കരുത്. എല്ലാവർക്കും ഇത് ഒരു യൂസ്ഫുൾ ആവുന്നൊരു കാര്യമാണ്, ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു കാര്യമല്ല. തീർച്ചയായും നിങ്ങൾ ഉപയോഗിച്ച് നോക്കും. ഞാനിപ്പോൾ ഒരു 2 വീക്കോളം ആയിട്ടുണ്ട് ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. എൻ്റെ ചർമ്മത്തിന് കുറച്ചൊക്കെ മാറ്റം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളിലേക്കും ഈ കാര്യങ്ങൾ എത്തിക്കുന്നത് തന്നെ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ കൂടി മറക്കരുത്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായും ഡിസ്ലൈക്ക് ചെയ്തോളൂ. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി ഗ്രൂപ്പിലേക്കും തീർച്ചയായിട്ടും ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.